ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് പിന്തുണയുമായി കൊടിക്കുന്നിൽ സുരേഷ് എം പി. തന്ത്രിയെ പ്രതിയാക്കി യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാൻ സിപിഐഎം സർക്കാർ ബോധപൂർവം ശ്രമിക്കുന്നു. തന്ത്രി വിചാരിച്ചാൽ മാത്രം ഇത്ര വലിയ സ്വർണ്ണക്കൊള്ള നടക്കാൻ കഴിയില്ല. സിപിഎമ്മിന്റെ മുഖം രക്ഷിക്കാനുള്ള രാഷ്ട്രീയ ഇടപെടലുകളാണ് അന്വേഷണത്തെ ആസൂത്രിതമായി വഴിതെറ്റിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ തന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. AV ജയശങ്കറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജയശങ്കർ, നേരത്തെ ഈ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഒപ്പം BJP നേതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ ഇതേ രീതിയിലുള്ള പ്രതികരണമായിരുന്നു വന്നിരുന്നത്. തന്ത്രിയെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാടുകളായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP എന്താണ് പറയുന്നത്? അതായത് കൊടിക്കുന്നിൽ സുരേഷ് MP കണ്ഠരര് രാജീവരെ ഇരയാക്കിക്കൊണ്ട് സർക്കാർ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെയാണ് കണ്ഠരര് രാജീവർക്ക് പിന്തുണയുമായും CPM-നെയും സർക്കാരിനെയും വിമർശിച്ചുകൊണ്ട് നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത്. യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തത്. ഒരു തന്ത്രി വിചാരിച്ചാൽ മാത്രം ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടത്താനാകില്ല എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഈ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ നിലപാട് വ്യക്തമാക്കണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറയുന്നു. കാരണം മന്ത്രി സജി ചെറിയാന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് തന്ത്രി കണ്ഠരര് രാജീവര്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ അറസ്റ്റ് ഒരു വൈകാരിക വിഷയമാക്കി ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ എടുക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ കൊടിക്കുന്നിൽ സുരേഷ് MP ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥലം MLA-യും മന്ത്രിയുമായ സജി ചെറിയാൻ നിലപാട് പറയണമെന്ന നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ അന്നത്തെ ഭരണസമിതി, അന്നത്തെ ദേവസ്വം മന്ത്രി, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യില്ല എന്ന ഒരു ചോദ്യവും ഉയർത്തുന്നുണ്ട്. കാരണം നിലവിലെ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ ഇതുവരെ SIT ചോദ്യം ചെയ്തിട്ടില്ല. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെയൊക്കെ തന്നെ തുടക്കം. VN വാസവൻ ചോദ്യമുനയിലേക്ക് എത്തിയിട്ടില്ല. കടകംപള്ളിയെ ഒരു ദിവസം രഹസ്യമായി ചോദ്യം ചെയ്തു. അന്നത്തെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. എന്തായാലും അക്കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായ ഒരു അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും തന്ത്രിയെ ഇരയാക്കാൻ അനുവദിക്കില്ല. തന്ത്രിയെ ഇരയാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിലെല്ലാം കെട്ടിവെക്കാൻ കഴിയില്ല, സാധിക്കില്ല. സർക്കാർ അങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP എന്തായാലും പറഞ്ഞു വെക്കുന്നത്. ഈ തന്ത്രി കണ്ഠരര് അറസ്റ്റിന് പിന്നാലെ തന്നെ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നു. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പിന്തുണച്ചു വരുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 10-ലധികം അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അറസ്റ്റിലായ ആർക്കും ഇത്തരത്തിലുള്ളൊരു പിന്തുണ ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ തന്ത്രിക്ക് മാത്രം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം പിന്തുണ ലഭിക്കുന്നു. വൈകാരികമായും ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കടക്കാനിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന MP, പാർലമെന്റിലെ ഏറ്റവും മുതിർന്ന അംഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തായാലും സർക്കാരിനെതിരെ ആക്ഷേപവുമായി ആരോപണവുമായി നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത്. AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്.